ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമവേദിയായ ബോൺ നതാലയുടെ ഒരുക്കങ്ങൾ തൃശൂരിൽ പൂർത്തിയായി. നാളെയാണ് തൃശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബോൺ നതാലെ. ഏറ്റവുമധികം സാന്താമാരുടെ ഒത്തുചേരലോടെ ആദ്യ ബോൺ നതാലെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. 4 വർഷമായി ഡിസംബർ 27 നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയാണ് ബോൺ നതാലെ. 18,000-ഓളം പാപ്പാമാർ ഒരുമിച്ച് അണിനിരന്ന ആദ്യ ബോൺ നതാലെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. ഇക്കുറി 5,000 പേർ ഒന്നിച്ചണിനിരക്കുന്ന ഫ്ലാഷ് മോബ് മറ്റൊരു റെക്കോർഡിനായി കാത്തിരിക്കുകയാണ്. വൈകിട്ട് 4:30-യോടെ സെന്റ് തോമസ് കോളേജിൽ നിന്നുമാണ് നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര തുടങ്ങുക. ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ ലക്ഷ്യം പ്രധാനമായിട്ടും 3 ഒന്ന്, എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന സാംസ്കാരികമായ ആഘോഷം ഘോഷയാത്രയായി നടത്തുക. രണ്ടാമത്തേത് മതമൈത്രി, മനുഷ്യത്വത്തിൻ്റെ മൈത്രി അത് സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അതിനൊരു വേദിയാവുകയും ചെയ്യുക. മൂന്നാമത്തേത് ഇത് കാരുണ്യത്തിൻ്റെ ആഘോഷമായി സമൂഹത്തിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ സമൂഹത്തിലെ പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് അത്താണിയാകുന്ന ഒരു ആഘോഷമാക്കി മാറ്റുക. കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി ഉൾപ്പെടെയുള്ള പ്രമുഖർ ബോൺ നതാലയുടെ ഭാഗമാകാൻ എത്തുന്നുണ്ട്. ഘോഷയാത്രയിൽ സ്കേറ്റിംഗ് പാപ്പാമാർ, പൊയ്ക്കാൽ പാപ്പാമാർ, ക്രൈസ്തവ കലാരൂപങ്ങൾ തുടങ്ങിയവ മിഴിവേകും. 20ഓളം നിശ്ചല ദൃശ്യങ്ങളും ഇക്കുറി ഘോഷയാത്രയിൽ ഉണ്ടാകും. റിപ്പോർട്ടർ, തൃശൂർ.